Hello students, today we are going to discuss STBU MA English paper Prose and Fiction. Prose and Fiction first essay ആയിട്ടുള്ള ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന essay ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. And it was written by Francis Bacon. Okay, father of modern essay എന്ന് പറയുന്ന ഫ്രാൻസിസ് ബേക്കൺ എഴുതിയിട്ടുള്ള ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു essay ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So first of all, let's look at about Francis Bacon. Okay, Francis Bacon was born in London to parents who were the members of the court Queen Elizabeth. Queen Elizabethന്റെ കോർട്ടിൽ വർക്ക് ചെയ്യുന്നവരായിരുന്നു ഫ്രാൻസിസ് ബേക്കൻ്റെ അച്ഛനും അമ്മയുമാണ്. He was born in London. Okay, ലണ്ടനിലാണ് അദ്ദേഹം ജനിച്ചത്. He attended Trinity College, entered the practice of law in his late teens. ഏജിൽ തന്നെ അദ്ദേഹം ലോ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിനിറ്റി കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അദ്ദേഹത്തിൻ്റെ കരിയർ ഫ്ലറിഷ് ചെയ്തത് കിങ് ജെയിംസ് വണ്ണിൻ്റെ കാലത്തിലാണ്. ഹിസ് കരിയർ ഫ്ലറിഷ്ഡ് ഇൻ ദ ഏജ് ഓഫ് കിങ് ജെയിംസ് വൺ. ഓക്കെ, കിങ് ജെയിംസ് വണ്ണിൻ്റെ കാലത്താണ് അദ്ദേഹത്തിൻ്റെ കരിയർ ഫ്ലറിഷ് ചെയ്ത് വന്നത്. എന്നാൽ അദ്ദേഹത്തിന് ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് കുറേ റൂമേഴ്സ് ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹം കല്യാണം കഴിക്കാത്തത് അദ്ദേഹത്തിൻ്റെ ലേറ്റ് മാരേജിന് കാരണം അദ്ദേഹത്തിന് അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത് മെൻസിനോടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ലേറ്റ് മാരേജ് ചെയ്തത് എന്നൊക്കെ കുറേ റൂമേഴ്സ് ഉണ്ടായിരുന്നു. ഫ്രാൻസിസ് ബേക്കനെ പറ്റി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. യു ക്യാൻ റീഡ് ദാറ്റ്. ഓക്കെ, ഫ്രാൻസിസ് ബേക്കനെ കുറിച്ചിട്ട് ഒന്ന് റീഡ് ചെയ്യണം. ആൻഡ് അതിൻ്റെ താഴെ തന്നെ ആ ഒരു എസ്സേ നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ എസ്സേ ഞാൻ വായിക്കുന്നില്ല, അതിൻ്റെ സമ്മറിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ യു ക്യാൻ റീഡ് ദാറ്റ് എസ്സേ ആൻഡ് ഓൾസോ അബൌട്ട് ഫ്രാൻസിസ് ബേക്കൺ. ഫ്രാൻസിസ് ബേക്കനെ കുറിച്ചിട്ടും ആ എസ്സേയും ഒന്ന് വായിക്കണം. വി വിൽ ഡിസ്കസ് ദ സമ്മറി. ഓക്കെ, നമ്മൾ സമ്മറിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സമ്മറിയിൽ എല്ലാതും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് സമ്മറിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദാറ്റ്. ഇവിടെ പറയുന്നത്, അതായത് ഈ ഒരു എസ്സേയിൽ പറയുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡിയാണ്. ഒരാളുടെ ലൈഫിൽ സ്റ്റഡിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് ഈ ഒരു എസ്സേയിൽ പറയുന്നത്. ഓക്കെ, സോറി, ഇറ്റ്സ് നോട്ട് ഡ്രാമ, ഇറ്റ്സ് എസ്സേ. ഈ ഒരു എസ്സേയിൽ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡിയാണ്. ഫ്രാൻസിസ് ബേക്കനെ സംബന്ധിച്ചിടത്തോളം കുറേ പഠിക്കുക എന്നതിനപ്പുറം ഒരാളെ പഠനം കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണ്? ബൈ അപ്ലൈയിങ് ദാറ്റ് ഇൻ ഇസ് ദെയർ ലൈഫ്, അല്ലെങ്കിൽ ദെയർ ഓൺ ലൈഫ്. അവരുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് എന്താണ് പഠിച്ചത് അത് അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യാം, അതൊരു പഠനമായിട്ട് കംപ്ലീറ്റ് സ്റ്റഡി ആയിട്ട് മാറുന്നത്. ഓക്കെ, ഫ്രാൻസിസ് ബേക്കൻ്റെ ഒരുപാട് എസ്സേസ് ഓഫ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഓഫ് മാരേജ്, ഓഫ് സ്റ്റഡീസ്, അങ്ങനെ കുറേ ഓഫ് വെച്ച് തുടങ്ങുന്ന കുറേ എസ്സേസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദാറ്റ് സമ്മറി. He is highlighting the importance of studies. Bacon essay illustrates the role study play in individual daily life. അതായത് ഒരാളുടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡെയിലി ലൈഫിൽ ഒരു സ്റ്റഡിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നാണ് അദ്ദേഹം ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരാളുടെ ലൈഫിൽ സ്റ്റഡിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് അദ്ദേഹം ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. For Bacon, the study is always related to the application of knowledge in practical life. Okay, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബേക്കനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ സ്റ്റഡി എന്ന് പറയുന്നത് എന്താണ്? അപ്ലിക്കേഷൻ ഓഫ് നോളജ് ഇൻ ദിയർ പ്രാക്ടിക്കൽ ലൈഫ്. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്കുള്ള അറിവ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഒരു സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, at the beginning of his essay, Bacon described the three main purposes of study, including studying for gaining delight, study done for ornamenting one's life, and studying in order to improve one's abilities. അപ്പോൾ ഇവിടെ മെയിനായിട്ട് 3 പർപ്പസാണ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, ദർ ആർ 3 മെയിൻ പർപ്പസ്. ഫസ്റ്റ് വൺ ഈസ് ഡിലൈറ്റ്. ഓക്കെ, ഒരാൾ പഠിക്കുന്നത് എന്തിനാണ്? ഡിലൈറ്റ്. ഒരാൾക്ക് സന്തോഷം കിട്ടാനും വേണ്ടിയിട്ടാണ്. ഒരാളുടെ പ്രൈവറ്റ് സ്പേസിലായിക്കോട്ടെ, പബ്ലിക് സ്പേസിലായിക്കോട്ടെ, ഒരാൾക്ക് സന്തോഷം കിട്ടാനും ഒരു സമാധാനം കിട്ടാനും വേണ്ടിയിട്ടാണ് ഒരാൾ പഠിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഓർണമെൻറ്റ്. ഓർണമെൻറ്റ് വൺസ് ലൈഫ്. ഒരാളുടെ ലൈഫ് ഓർണമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഡെക്കറേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ നന്നായിട്ട് വായിക്കുന്ന ഒരാൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. ഒരു ഡിബേറ്റിന് നന്നായിട്ട് വായിക്കുന്ന ഒരാളും നന്നായിട്ട് വായിക്കാത്ത ഒരാളെയും കൊണ്ട് നിർത്തിയാൽ ഓഫ് കോഴ്സ് വിജയിക്കാരായിരിക്കും നന്നായിട്ട് പഠിക്കുന്ന നന്നായിട്ട് വായിക്കുന്ന ഒരാളായിരിക്കും. കാരണം അദ്ദേഹത്തിന് പറയാൻ കുറേ കാര്യങ്ങളുണ്ടാവും. ആൻഡ് നെക്സ്റ്റ് അതാണ് ഓർണമെൻറ്റിങ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫിനെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ വേർഡ്സ് യൂസ് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എബിലിറ്റി. അതായത് ഒരാളുടെ ലൈഫിലെ ഓരോ സ്കില്ലിൻ്റെയും എബിലിറ്റീസ് വർദ്ധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ ഓഥർ ഈസ് ഇൻ ദ നോഷൻ ദാറ്റ് ഓൺലി ലേൺഡ് ആൻഡ് വെൽ റീഡ് മാൻ ക്യാൻ എക്സിക്യൂട്ട് പ്ലാൻ എഫക്റ്റീവ്ലി, മാനേജ് ദർ ഡെയിലി അഫയേഴ്സ് വിത്ത് എക്സ്പെർട്ടീസ് ആൻഡ് ലീഡ് എ ഹെൽത്തി ആൻഡ് സ്റ്റേബിൾ ലൈഫ്. ഇവിടെ ഓഥർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾ വെൽ റീഡ് ആയിട്ടുള്ള നന്നായിട്ട് വായിക്കുന്ന
നന്നായിട്ട് പഠിക്കുന്ന ലേൺ ചെയ്തിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അയാളുടെ ഡെയിലി ലൈഫ് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും ഡെയിലി കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അറ്റ് ദ സെയിം ടൈം ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാനും പറ്റുള്ളൂ. നന്നായിട്ട് വായിക്കുന്ന നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഈ കാര്യങ്ങൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത്. He further stated that the reading makes a full man, conference leads a ready man, while writing make an exact man. എന്നിട്ട് പറയാണ് ഒരാൾ വായിക്കുമ്പോൾ അത് അയാളെ ഫുൾ മാൻ ആക്കും, ഫുള്ളാക്കി മാറ്റും. ദെൻ കോൺഫിഡൻസ് അയാളൊരു റെഡി മാൻ ആക്കി മാറ്റും. ദെൻ റൈറ്റിംഗ് എന്താക്കി മാറ്റും, അയാളൊരു എക്സാക്റ്റ് പേഴ്സൺ ആക്കിയിട്ട് മാറ്റും. അപ്പോൾ ഒരാളുടെ ലൈഫിൽ വേണ്ട കാര്യങ്ങളാണ് റീഡിങ്ങോ റൈറ്റിങ്ങോ ഒക്കെ ഒരാളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡെയിലി കാര്യങ്ങൾ നല്ല പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും ഒരാളുടെ ലൈഫിൽ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത് എന്ന് പറയുന്നത് ഈ റീഡിങ്, വെൽ റീഡിങ്ങും അതുപോലെ സ്റ്റഡി എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരാളെ ഇൻഡിവിജ്വലിൻ്റെ ലൈഫിൽ എന്നാണ് ഈ പറയുന്ന ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത്. ദെൻ നെക്സ്റ്റ്, while throwing light on the advantage and usefulness of studies, Bacon also put forward some demerits of study, as he thinks study for prolonged period of time may lead to laziness. അപ്പോൾ എന്താണ് കുറേ മെറിറ്റ്സ് പറഞ്ഞു അല്ലേ, സ്റ്റഡിയുടെ കുറേ മെറിറ്റ്സ് പറഞ്ഞു. സ്റ്റഡി ചെയ്ത് ഇങ്ങനെയാണ് ഒരാളെ ഫുള്ളാക്കി മാറ്റും, ഒരാളെ റെഡിയാക്കി മാറ്റും, അയാളെ എക്സാക്റ്റ് മാനാക്കി മാറ്റും, ഒരാൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ലൈഫ് നയിക്കാൻ പറ്റും, ഹെൽത്തി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ എന്ന കുറേ അഡ്വാൻറ്റേജസ് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ഡീമെറിറ്റ്സ് അതായത് ഡിസ്അഡ്വാൻറ്റേജസ് കൂടെ ഫ്രാൻസിസ് ബേക്കൺ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണ്, പ്രൊലോങ്ഡ് പീരിയഡിൽ കുറേ നേരം നമ്മൾ പഠിച്ചാൽ എന്താണ്, ഇറ്റ് വിൽ മേക്ക് ലേസി അല്ലേ, അതെന്ത് ചെയ്യും, അത് നമ്മളെ ലേസി ആക്കി മാറ്റും. ഇറ്റ് മേക്ക് അസ് ലേസി പീപ്പിൾ. ഓക്കെ, ലേസി പീപ്പിൾ ആക്കി മാറ്റും എന്നാണ് പറയുന്നത്. കുറേ ഒരു ലോങ്ങർ പീരിയഡിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് നമ്മളെ ലേസി പീപ്പിൾ ആക്കി മാറ്റും എന്നാണ് പറയുന്നത്. ഈ ഓൾസോ കണ്ടംസ് ദ ആക്ട് ഓഫ് സ്റ്റഡിങ് ഫ്രം ബുക്സ് സോളിലി വിത്തൗട്ട് ലേണിംഗ് ഫ്രം നാച്ചർ അറോ. The essay of studies further assert that the benefit of study by considering its act as a medicine for the defect of human mind and the source of enhancing one wit. പിന്നെന്താ പറയുന്നത്, അദ്ദേഹം ഓൾസോ പറയുന്നുണ്ട് നാച്ചുറലിലേക്ക് ഒന്നും നോക്കാതെ വെറും ബുക്കിഷ് ആയിട്ടുള്ള പഠനം കൊണ്ട് ഒരു കാര്യമില്ല, ഒരു ഉപകാരവുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡീമെറിറ്റ്സ് പറഞ്ഞ ഒന്നാണ് ലോങ്ങർ പീരീഡിൽ പഠിക്കുന്നത് ഒരാളെ ലേസി ആക്കി മാറ്റും. അറ്റ് ദ സെയിം ടൈം നാച്ചുറലിലേക്ക് ഒന്നും നോക്കാതെ ജസ്റ്റ് ബുക്കിഷ് ആയിട്ടുള്ള പഠനം ഈസ് നോട്ട് ഗുഡ് എന്നും കൂടെ പറയുന്നുണ്ട്. അതേപോലെ അദ്ദേഹം ഈ ഒരു എസ്സേയിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് സ്റ്റഡി അല്ലെങ്കിൽ ഈ റീഡിങ് ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ക്യാപ്സ്യൂൾ. അതായത് ഒരു ക്യാപ്സ്യൂൾ, ഒരു ടാബ്ലറ്റ്, ഒരു മരുന്ന് പോലെയാണ്, ഹ്യൂമൻ മൈൻഡിനുള്ള മരുന്ന്. ഓക്കെ, നമ്മളുടെ ഹ്യൂമൻ മൈൻഡിനുള്ള മരുന്ന് പോലെയാണ്. ചില കാര്യത്തിൽ നമുക്ക് ആകെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമുക്കൊരു ബുക്ക് വായിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഹാപ്പിനെസ് കിട്ടാം. ഓക്കെ, സോ ഹ്യൂമൻ മൈൻഡിനുള്ള ഒരു ക്യാപ്സ്യൂൾ പോലെ നമ്മളുടെ ഈ ഒരു ബുക്സൊക്കെ ആക്ട് ചെയ്യും ചില സമയത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ മെഡിസിൻ. ഓക്കെ, ബെനിഫിറ്റ് ഓഫ് സ്റ്റഡിയാണ് പറയുന്നത് ഇറ്റ്സ് ആക്ട് ലൈക്ക് എ മെഡിസിൻ. ഓക്കെ, ഒരു ക്യാപ്സ്യൂൾ പോലെ മെഡിസിൻ പോലെ ചില സമയത്ത് നമുക്ക് ഈ പറയുന്ന ലേണിങ്ങിനെയും റീഡിങ്ങിനെയും ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ്. While discussing the importance of studying in one individual's life, the essays inform his readers about the benefit of reading good book. അതേപോലെ തന്നെ നമ്മളോട് ഇത്രയും നേരം പറഞ്ഞത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് ആൻഡ് സ്റ്റഡിങ്, റീഡിങ്. ഓക്കെ, നമ്മൾ വായിക്കുന്നതിൻ്റെയും പഠിക്കുന്നതിൻ്റെയും കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഇനി നമ്മളുടെ ഓതർ പറയുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ് ഗുഡ് ബുക്സ്. ഗുഡ് ബുക്സ് വായിക്കണം. ദർ ആർ ബാഡ് ബുക്സ് ആൻഡ് ഗുഡ് ബുക്സ്. ഓരോരുത്തരുടെ കൺസെപ്റ്റിൽ ഗുഡ് ബുക്സ് ഉണ്ടാവും, ബാഡ് ബുക്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ പറയുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ് ഗുഡ് ബുക്സ്, നല്ല ബുക്ക് വായിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അദ്ദേഹം പറയുന്നത്. സോ അദ്ദേഹം പറയുന്നത് ഫോർ ബേക്കൺ സം ബുക്സ് ആർ ഓൺലി മെന്റ് ടു ബി ടേസ്റ്റഡ്. ബേക്കനെ സംബന്ധിച്ചിടത്തോളം ചില ബുക്സ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനേ പറ്റുള്ളൂ. നമുക്ക് കൂടുതൽ വായിക്കാൻ ഇപ്പോൾ ചില ഫുഡ് നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കും. ചിലപ്പോൾ എന്താണ് നമുക്ക് പറ്റിയതായിരിക്കും, ചിലപ്പോൾ നമുക്ക് പറ്റാത്തതായിരിക്കും. സോ ഒരു ബുക്ക് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കും. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എല്ലാ കാര്യങ്ങളും നോക്കും, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. ഓക്കെ, സോ ബേക്കനെ സംബന്ധിച്ചിടത്തോളം ചില ബുക്സ് ആർ മെന്റ് ടു ബി ടേസ്റ്റഡ്. ചില ബുക്സ് എന്താണ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. while others are to swallow, while some books are meant for chewing and digesting properly. അപ്പോൾ ചില ബുക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാനാണെങ്കിൽ ചില ബുക്സ് എന്താണ് ടു ബി സോളോ, എന്ത് ചെയ്യാൻ നമുക്ക് സ്വോളോ ചെയ്യാനാണ്, നമുക്ക് വീങ്ങാൻ വേണ്ടിയിട്ടാണ്. കൂടുതലൊന്നും വേണ്ട, ജസ്റ്റ് വായിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്വോളോ ചെയ്ത് വീങ്ങിയിട്ട് വിടാം. ഓക്കെ, ആൻഡ് സം ആർ ഫോർ ചൂയിങ് പ്രോപ്പർലി ആൻഡ് ഓൾസോ ഫോർ ഡൈജഷൻ. എന്തിനാണ് നന്നായിട്ട് ചെയ്ത് നമുക്ക് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കേണ്ട ചില ബുക്സ് ഉണ്ടാവും. ആൻഡ് ഇറ്റ് ഷുഡ്
ഡൈജസ്റ്റ് പ്രോപ്പർലി. പ്രോപ്പറായിട്ട് നമ്മൾ ചവച്ചരച്ച് കഴിക്കും വേണം, പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആവും വേണം. ഓക്കെ, സോ ചില ബുക്സ് ആർ മെന്റ് ടു ബി ടേസ്റ്റഡ് ആൻഡ് സം മെന്റ് ടു ബി swallowed ആൻഡ് സം മെന്റ് ടു ബി ഡൈജസ്റ്റ്. ഓക്കെ, ഡൈജസ്റ്റ് ചെയ്യാനും അതുപോലെ ചൂസ് ചെയ്യാനും അതുപോലെ ചിലത് ടേസ്റ്റ് ചെയ്യാനായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ ബുക്സ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ചിലത് ജസ്റ്റ് നമ്മളൊന്ന് വായിച്ചാൽ മതിയാവും ടേസ്റ്റ് ചെയ്യുന്ന പോലെ, ചിലതെന്താ കുറച്ചൊക്കെ നോക്കിയിട്ട് ഇത് മതി എന്നുള്ള രീതിക്കാവണം. ആൻഡ് ചിലതെന്താണ്, ചിലത് നന്നായിട്ട് ഓരോ ലൈൻ ബൈ ലൈൻ വായിച്ചിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. Then therefore the readers must choose wisely before studying any book to enhance their knowledge about the world around. അപ്പോൾ എന്താണ്, ഒരാൾ വൈസായിട്ട് ചൂസ് ചെയ്യണം. ഒരാൾ അങ്ങനെ ഇങ്ങനെ പോയിട്ട് ഒരു ബുക്ക് ചൂസ് ചെയ്ത് ഒരാൾ ചൂസ് ചെയ്യുന്നത്, അതായത് അവരുടെ നോളജ് വർദ്ധിപ്പിക്കാൻ ഒരാൾ ഒരു ബുക്ക് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ചൂസ് വൈസ്ലി. അവർ നന്നായിട്ട് ചിന്തിച്ചിട്ട് മാത്രമേ ആ ബുക്ക് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഇങ്ങനെയും പോയിട്ട് ചൂസ് ചെയ്യരുത്. ഓക്കെ, നമ്മളുടെ നോളജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബുക്ക് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ഷുഡ് തിങ്ക് വൈസ്ലി. നന്നായിട്ട് വൈസ് ചെയ്തിട്ട് നമ്മൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. Bacon conclude his essay by suggesting that study should assist an individual removing the defect in his own mind, as every problem of human mind carries special importance for the individual and the world. സോ സ്റ്റഡി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസിനെ എന്ത് ചെയ്യും കുറക്കാൻ പറ്റുമെന്ന് കൂടെ പറഞ്ഞിട്ടാണ് ബേക്കൺ ഈ ഒരു എസ്സേ കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു എസ്സേയിൽ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മൾ കുറച്ചും കൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയുകയാണ്. ഈ പർപ്പസ് ഒക്കെ പറഞ്ഞില്ല, ഡിലൈറ്റിന് വേണ്ടിയിട്ടാണ്, ഓർണമെൻറ്റിന് വേണ്ടിയിട്ടാണ്, എബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാൻ പോവാണ്. So the three importance of uses of studies are നമ്മൾ പറഞ്ഞത്. At the outset, Francis Bacon says that three useful purposes are delight, ornament and ability. Okay, ഒന്ന് ഡിലൈറ്റ് ആണോ, ഒന്ന് ഓർണമെന്റ് ആണോ, ഒന്ന് അബിലിറ്റി ആണ്. ഇത് ഇനി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാൻ പോവാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദാറ്റ്. The first useful purpose is reading delight the reader. In one private space, reading is useful as it provides great pleasure. For instance, if a reader enjoys fiction like Paulo Coelho, The Alchemist, then it would delight him. By plunging into the world of Santiago, the reader meets in many characters such as the King Selim, the Crystal Merchant, the Englishman, his beloved Fatima, and the Alchemist. The novel also delights the reader as Santiago proceeds in his quest for treasure from Andalusia to the heart of Egypt. The pyramids, therefore, irrespective of personal preference, reading not only compensates the boredom but also gives great pleasure to the reader. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ റീഡിങ് പ്ലഷർ നൽകുമെന്നാണ് പറയുന്നത്. ഒരാളുടെ പ്രൈവറ്റ് സ്പേസിൽ പ്ലഷർ നൽകാൻ സാധിക്കുന്നതാണ് റീഡിങ്ങിന്. ഓക്കെ, അതായത് പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് പോലെയുള്ള ബുക്ക് വായിച്ച ആളുകൾക്ക്, ഓക്കെ, പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എല്ലാവരും വായിക്കേണ്ട ഒരു ബുക്കാണ്. സാന്റിയാഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി നിധി തേടി പോകുന്ന ഒരു കഥയാണ്. സോ അത് വായിക്കുന്ന സമയത്ത് നമുക്കും ലൈഫിലൊരു ഹോപ്പ് ഉണ്ടാവും. ഓക്കെ, നമ്മളുടെ ലൈഫിലും സാന്റിയാഗോ ആ ഒരു സ്റ്റോറിയിൽ അവൻ്റെ യാത്രയിൽ ജേർണിയിൽ ഒരുപാട് പേരെ കണ്ടുമുട്ടുന്നുണ്ട്. ആ ഒരു മെർച്ചൻ്റ് ആയിക്കോട്ടെ, കിങ്ങിനെ ആയിക്കോട്ടെ, അവൻ്റെ ബിലൗഡ് ഫാത്തിമയെ കണ്ടുമുട്ടുന്നുണ്ട്. അതേപോലെ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മളൊരു ഹോപ്പ്ഫുൾ ആവും. ഓക്കെ, എനിക്കും ഞാൻ കണ്ടുമുട്ടും. ഓക്കെ, എൻ്റെ ഈ ഒരു ജേർണിയിൽ ഞാനൊരു പേഴ്സണെ കണ്ടുമുട്ടും എന്നുള്ള ഒരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ള തിങ്കിങ് നമുക്ക് വരും. സോ ഒരാളുടെ ലൈഫിൽ ഡിലൈറ്റ്, അതായത് പ്രൈവറ്റ് സ്പേസിൽ ഒരു ഗ്രേറ്റ് പ്ലഷർ, ഓക്കെ, ഒരു പ്ലഷർ ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് നമ്മളുടെ ഈ ഒരു റീഡിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, റീഡിങ് ക്യാൻ മേക്ക് ആസ് എ ഡിലൈറ്റ്ഫുൾ പേഴ്സൺ. ഒരു ഡിലൈറ്റ്ഫുൾ പേഴ്സൺ ആയിട്ട് നമ്മളെ റീഡിങ്ങിന് എന്ത് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ റീഡിങ് ക്യാൻ മേക്ക് എസ് എ ഡിലൈറ്റ്ഫുൾ പേഴ്സൺ. റീഡിങ്ങിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഡിലൈറ്റ്ഫുൾ പേഴ്സൺ ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ ആൽക്കമിസ്റ്റ് പറഞ്ഞത്, ഒരു എക്സാമ്പിളാണ്. ചില സമയത്ത് നമുക്ക് ചില ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം കിട്ടും. മേ ബി നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരു ബുക്ക് വായിക്കുമ്പോൾ ആ ബുക്കിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടും. മേ ബി നമ്മളുടെ ഇമോഷൻസ് ഒക്കെ അതിനനുസരിച്ചിട്ടായിരിക്കും. സോ ബോറടി മാറ്റാൻ അല്ലെങ്കിൽ ബോർഡം മാറ്റാം എന്നുള്ളതിനപ്പുറം നമ്മളുടെ ഈ ഒരു റീഡിങ്ങിന് എന്തും കൂടെ പറ്റും, ഡിലൈറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് പ്ലഷർ നൽകാൻ കൂടെ പറ്റും. ഓക്കെ, ഒരു ബോർഡം മാറ്റുക അല്ലെങ്കിൽ ഒരു ബോറടി മാറ്റുക എന്നുള്ളതിനപ്പുറം ഈ ഒരു റീഡിങ്ങിന് പറ്റുന്ന ഒരു കാര്യമാണ് ഡിലൈറ്റ്, അതായത് ഗ്രേറ്റ് പ്ലഷർ കൊണ്ടുവരിക എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പേർപ്പസ് എന്ന് പറയുന്നത് ഓർണമെൻറ്റ് അല്ലേ. ഓർണമെൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഒരാളുടെ ലൈഫിലേക്ക് ഓർണമെൻറ്റ് കൊടുക്കുക, കുറച്ചുകൂടെ ഡെക്കറേഷൻ കൊടുക്കുക എന്നാണ് പറയുന്നത്. When a well-read
person engage in a written or spoken discussion, reading helps the person to exhibit his knowledge in much better way than an average person. For instance, in Bacon essay such of truth and of love, we see the usage of Latin phrases. This show Bacon is good at Latin and he uses Latin as an ornament in his essay. അപ്പോൾ എന്താണ് ഓർണമെൻറ്റ് എന്ന ഒരു വെൽ റീഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ നമ്മളൊരു റിട്ടൺ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്പോക്കൺ ആയിട്ടോ ഉള്ള ഒരു ഡിസ്കഷനിലോ ഒരു കോമ്പറ്റീഷനിലോ കൊണ്ട് നിർത്തിയാൽ ഒരു ആവറേജ് പേഴ്സണെക്കാട്ടിലും നന്നായിട്ട് അവിടെ പെർഫോമൻസ് ചെയ്യാൻ ആർക്ക് പറ്റും? ഈ വെൽ റീഡ് ആയിട്ടുള്ള ആൾക്ക് പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അയാൾക്ക് നമ്മൾ വാക്കുകൾ കൊണ്ട് അമ്മാനമാടെന്നൊക്കെ പറയും. സോ നന്നായിട്ട് വായിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ പറ്റും. അയാൾക്ക് വാക്കുകൾ കൊണ്ട് അമ്മാനമാടാനും അയാൾക്ക് നന്നായിട്ട് സംസാരിക്കാനും ഓർണമെൻറ്റ്സ് അതായത് കൂടുതൽ വാക്കുകൾ ഡെക്കറേറ്റ് ചെയ്ത് പറയാൻ പറ്റും. അവിടെ നിന്ന് ഒരു പോയത്തിൻ്റെ എക്സാമ്പിൾ എടുക്കുക, ഇവിടെ നിന്ന് ഒരു സ്റ്റോറിയുടെ എക്സാമ്പിൾ എടുക്കുക, അങ്ങനെ ഇങ്ങനെ എക്സാമ്പിൾസ് ഒക്കെ കൊണ്ടുവന്ന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ എന്നെ പറയുന്നുണ്ട്. ഫ്രാൻസിസ് ബേക്കന്റെ അനദർ എസ്സേസ് ആയിട്ടുള്ള ഓഫ് ലവ് ആൻഡ് ഓഫ് ട്രൂത്ത് ഉണ്ട്. ഓക്കെ, ഓഫ് ലവ് ആൻഡ് ഓഫ് ട്രൂത്ത് ഈ പറയുന്ന രണ്ട് എസ്സേസിൽ അദ്ദേഹം ലാറ്റിൻ ഫ്രേസസ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ലാറ്റിൻ ഫ്രേസസ് കൊണ്ടുവരുന്നുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ലാറ്റിൻ ലാംഗ്വേജിൽ ഒരുപാട് എന്താ പറയുക ഫ്ലുവൻസി ഉള്ള ആളായിരുന്നു. ഓക്കെ, ഹി വാസ് എ പേഴ്സൺ ഹു നോ ലാറ്റിൻ. ഓക്കെ, ലാറ്റിൻ അറിയുന്ന ഒരാളായിരുന്നു. സോ എന്തായി അതൊരു ഡെക്കറേഷനായി അദ്ദേഹത്തിൻ്റെ എസ്സേസിൽ കൊടുത്തു. ഇറ്റ്സ് എ ഗുഡ് തിങ് അല്ലേ, ഒരു നല്ല കാര്യമാണ്. പിന്നെ നമ്മളൊരു എസ്സേ ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള കോട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ കൂടുതൽ പ്രൂവ് ചെയ്യാൻ നോക്കിയാൽ നോക്കുന്ന ആൾക്കൊരു എന്താ പറയുക നമ്മൾ പറയാം എക്സാമിനൊക്കെ നന്നായിട്ട് മാർക്ക് കിട്ടുമെന്ന് പറയാം. അത് എന്തുകൊണ്ടാണ്? ഒരു വെൽ റീഡ് ആയിട്ടുള്ള വെൽ ലേൺഡ് ആയിട്ടുള്ള മാന് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ, അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. Studies also improve one's ability of judgment and arrangement of things. ഇനി മൂന്നാമത്തതാണ് പറയുന്നത്. സ്റ്റഡീസ് ഓഫ് ഓർണമെൻറ്റ് പറഞ്ഞു ഒരു വെൽ റീഡ് ആയിട്ടുള്ള പേഴ്സണ് മാത്രമേ രണ്ടാമത്തത് വെൽ റീഡ് ആയിട്ടുള്ള പേഴ്സണ് മാത്രമേ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് എക്സാമ്പിൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഓഫ് ട്രൂത്ത് അല്ല ഓഫ് ലവ് എന്ന് പറയുന്ന എസ്സേസിൽ അദ്ദേഹം ലാറ്റിൻ ഫ്രേസസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം അദ്ദേഹം ലാറ്റിൻ ലാംഗ്വേജ് അറിയുന്ന ആളാണ്. അത് വെച്ചിട്ട് അയാൾ എന്ത് ചെയ്തു? അയാളുടെ എസ്സേസിനെ കൂടുതൽ ഡെക്കറേറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തേത് പറയുന്നത് എബിലിറ്റി. ഓക്കെ, ഇവിടെ എന്താ സ്റ്റഡീസ് ഓൾസോ ഇംപ്രൂവ് ദ വൺ എബിലിറ്റി ടു ജഡ്ജ്മെൻറ്റ് ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് തിങ്സ്. അത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ജഡ്ജ്മെൻറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഓരോ തിങ്സ് അറേഞ്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൂടെ കൂടും. ഓക്കെ, നമുക്ക് ഓരോ കാര്യങ്ങളും ഓക്കെ നമ്മൾ ഒന്ന് വായിച്ച് നല്ലൊരു വീക്ഷണമുള്ള ഒരാളായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു കാര്യത്തെക്കുറിച്ച് നല്ല രീതിയിൽ ജഡ്ജ് ചെയ്യാനും ഒരു കാര്യത്തിനെ എങ്ങനെ നോക്കിക്കാണാനും അറേഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് കൂടുതൽ സുഖമായിട്ട് മാറും. Okay, one can be expert at something even without studies, but there is a distinction between an expert and a learned man. നമ്മൾ പഠിക്കാതെ തന്നെ ഒരാൾക്ക് ഒരു എക്സ്പേർട്ടായിട്ട് മാറാം, ഒരു കാര്യത്തിൽ എക്സ്പേർട്ടായിട്ട് മാറാം. പക്ഷേ അവിടെ എക്സ്പേർട്ടും ലേണിങ്ങും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, ഒരാൾക്ക് പഠിക്കാതെ വായിക്കാതെ തന്നെ ഒരു കാര്യത്തിൽ എക്സ്പേർട്ടായിട്ട് മാറാം. പക്ഷേ ഈ എക്സ്പേർട്ടും ലേണിങ്ങും തമ്മിൽ ഒരു ലേൺഡ് മാനും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. Bacon says that an expert can execute his plan and even judge a situation, but a learned man can better perform in giving advice, making plans and managing things. അപ്പോൾ ഇവിടെ എന്താണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത്? ഒരു അബിലിറ്റിയാണ് പറയുന്നത്. ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെർട്ടായിട്ടുള്ള ഒരാൾക്ക് അദ്ദേഹത്തിന് പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, മേ ബി ജഡ്ജ് ചെയ്യാനും പറ്റും. പക്ഷെ ഒരു വെൽ ലേൺഡ് മാന് മാത്രമേ ആ പ്ലാൻസിനെ എക്സിക്യൂട്ട് ചെയ്ത് അതിനെ ആക്റ്റിലേക്ക് കൊണ്ടുവന്ന് നല്ലൊരു അഡ്വൈസ് കൊടുക്കാനും അതുപോലെ പ്ലാൻസ് മേക്ക് ചെയ്യാനൊക്കെ ഒരു വെൽ ലേൺഡ് മാന് മാത്രമേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ദ എഫിഷ്യൻസി ഓഫ് എ ലേൺഡ് മാൻ ഇസ് ബെറ്റർ ദാൻ എക്സ്പെർട്ട്. ഒരു എക്സ്പെർട്ടിനേക്കാൾ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും ഒരു വെൽ ലേൺഡ് മാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും എന്താവാൻ പറ്റും? ഒരു എക്സ്പെർട്ടായി മാറാൻ പറ്റും പഠിക്കാതെ തന്നെ. ബട്ട് ഒരു വെൽ ലേൺഡ് മാന് മാത്രമേ അഡ്വൈസ് കൊടുക്കാനും നല്ല രീതിയിൽ പ്ലാൻസ് മേക്ക് ചെയ്യാനും നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ പോലെ ഡിലൈറ്റ്, സന്തോഷം നൽകും. ചില ആളുകൾക്ക് വായന നന്നായിട്ട് സന്തോഷം നൽകും. ലേണിങ് ഒരാളുടെ ലൈഫിൽ എന്താ ഒരു ഹാപ്പിനെസ്, അയാളുടെ പ്രൈവറ്റ് സ്പേസിലായിക്കോട്ടെ പബ്ലിക് സ്പേസിലായിക്കോട്ടെ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ കഴിയും. പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ് നമ്മളൊരു ഉദാഹരണം പറഞ്ഞു. നെക്സ്റ്റ് ഓർണമെൻറ്റ് പറഞ്ഞു. ഒരാളുടെ ലൈഫിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വാക്കുകൾ കൊണ്ട് അമ്മാനമാണെന്നൊക്കെ പറയില്ലേ, അതൊക്കെ എന്തൊരു ഡെക്കറേഷനാണ് അല്ലേ, ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ഓഫ് ട്രൂത്തിൻ്റെയും ഓഫ് ലവിൻ്റെയും എക്സാമ്പിൾസ് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ എസ്സേ ആയിട്ടുള്ള ഓഫ് ട്രൂത്തിലും ഓഫ് ലവിലും അദ്ദേഹം ലാറ്റിൻ ഫ്രേസസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു ഡെക്കറേഷനാണ് അദ്ദേഹം കൊടുത്തത്, ഒരു ഓർണമെൻറ്റ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാനും വേണ്ടിയിട്ടാണ്
അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. എന്നാൽ നെക്സ്റ്റ് എബിലിറ്റി പറഞ്ഞു. എബിലിറ്റി എന്താണ്? ഒരാൾക്ക് കൂടുതൽ ജഡ്ജ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു പ്ലാൻസ് ഒക്കെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ പറ്റും. അതായത് അഡ്വൈസ് കൊടുത്ത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇടയിൽ പറഞ്ഞു ഒരു എക്സ്പേർട്ടും ലേൺഡ് മാനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും കൂടെ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ എഫക്റ്റ് ഓഫ് എക്സസീവ് റീഡിങ്. ഓക്കെ, നന്നായിട്ട് വായിക്കുന്നതിൻ്റെ എഫക്റ്റ് എന്താണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. These are the three ways of study through which studies serve a reader. However, too much in everything is bad and reading is no exception to that. Bacon state that reading excessively leads to laziness. From the psychological point of view, reading is a sedentary task, and when a reader sits for a long, the immobility of the body would lead to lethargy. അപ്പോൾ എന്താ പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്. മെറിറ്റ്സിൻ്റെ കൂടെ തന്നെ ഡീമെറിറ്റ്സും റീഡിങ്ങിനുണ്ട്. അതായത് നമ്മൾ അധികമായ അമൃതം വിഷം എന്ന് പറയാറില്ലേ, അതേപോലെ തന്നെയാണ് കൂടുതൽ വായിക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ നമുക്കൊരു വിഷമായിട്ട് മാറും എന്ന് പറയുന്നത് എന്താണ്? കൂടുതൽ നേരം നമ്മൾ ഇരുന്നാൽ നമുക്കത് ലേസിനെസ്സിന് കാരണമാകും. ആൻഡ് ഓൾസോ സൈക്കോളജിക്കലി നോക്കുമ്പോൾ കൂടുതൽ നേരം ഇരുന്നിട്ട് വായിക്കുന്നതൊക്കെ നമ്മുടെ ഇമ്മൊബിലിറ്റി ഓഫ് ബോഡിയുടെ ഒരു ഇമ്മൊബിലിറ്റിക്ക്, ചലനമില്ലായ്മക്ക് കാരണമാകുമെന്നൊക്കെ പറയുന്നുണ്ട് സൈക്കോളജിക്കലി. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ തന്നെ കൂടുതലായാൽ എല്ലാം നമുക്ക് ബാഡായിട്ടാണ് നിൽക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എക്സസീവ് റീഡിങ് ഈസ് നോട്ട് ഗുഡ്. ഓക്കെ, കൂടുതൽ നേരം വായിക്കുന്നത് നല്ലൊരു കാര്യമല്ല. എല്ലാം ലിമിറ്റ് വെച്ചിട്ട് മാത്രം ചെയ്യാൻ വേണം എന്നാണ് പറയുന്നത്. Then of study similarly, use in decorated words and knowledge excessively in discourse is just the opposite. Too much use of ornaments would project a learned man is ostentatious. Bacon also stated that making judgment based on the bookish knowledge is the humor of a scholar. അപ്പോൾ എന്താണ്? ഓൾസോ ഫ്രാൻസിസ് ബേക്കൺ സ്റ്റേറ്റ് കൂടുതലായിട്ട് ഡെക്കറേറ്റഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ഗുഡ്. ഓക്കെ, ഇതേപോലെ തന്നെ കൂടുതലായിട്ട് വായിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്ന പോലെ തന്നെ കൂടുതലായിട്ട് ഡെക്കറേറ്റഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നത് നല്ലൊരു കാര്യമല്ല. അതെന്താണ്? നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അധികമാകുമ്പോൾ എല്ലാം ഒരു ബോറായിട്ട് തോന്നും അല്ലേ? അധികമായ എല്ലാം ഒരു ബോറായിട്ട് തോന്നും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എന്താ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വേർഡ്സ്, ഡെക്കറേറ്റഡ് വേർഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ബേക്കൺ ഓൾസോ സേ ദാറ്റ് മേക്കിംഗ് ജഡ്ജ്മെന്റ് ബേസ്ഡ് ഓൺ ദ ബുക്കിഷ് നോളജ് ഈസ് ദ ഹ്യൂമർ ഓഫ് എ സ്കോളർ. ഒരിക്കലും ഒരു ബുക്കിലുള്ള നോളജ് മാത്രം വെച്ചിട്ട് ജഡ്ജ്മെന്റ് എടുക്കരുത്. ഓക്കെ, ഇപ്പം ഞാൻ പറയണം ബുക്കിൽ ഞാൻ ഇതാ വായിച്ചത് അപ്പോൾ ഇത് ചെയ്താൽ മതി എന്ന് പറയരുത്. നമ്മൾ ചുറ്റും നോക്കുക, ചുറ്റും എന്താ നടക്കുന്നത് എന്ന് നോക്കുക, ചുറ്റുമുള്ള ആളുകളെ നോക്കുക, എല്ലാം വെച്ചിട്ട് ഓൾസോ ബുക്ക് നോക്കിയിട്ട് നാച്ചുറൽ നോക്കിയിട്ടൊക്കെ വേണം ജഡ്ജ്മെന്റ് എടുക്കാത്തത്. അല്ലാതെ ജസ്റ്റ് ഒരു ബുക്ക് മാത്രം നോക്കിയിട്ട് ഒരിക്കലും ഒരു കാര്യത്തിൽ ജഡ്ജ്മെന്റ് എടുക്കരുത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അതിന് പറയുന്നത് consideration and application of the learning without understanding the practical world is a fault. അതായത് നമ്മൾ പ്രാക്ടിക്കൽ വേൾഡ് മനസ്സിലാക്കാതെ നമ്മൾ അപ്ലിക്കേഷനും കൺസിഡറേഷനും ചെയ്യുന്ന ഒരു ഫോൾട്ടാണ്. അതായത് ബുക്കിൽ ഇതാണ് പറയുന്നത്, സോ ഞാൻ ഈ എൻ്റെ വേൾഡിൽ ഇത് നടത്തുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ പ്രാക്ടിക്കൽ വേൾഡ് നമ്മൾ പറയും പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യണം എന്ന് പറയും. സോ ഈ പ്രാക്ടിക്കൽ വേൾഡ് ഇതാണ്, സോ അതിനനുസരിച്ച് നമ്മൾ ഓരോ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അല്ലാണ്ട് പ്രാക്ടിക്കൽ വേൾഡിനെ കുറിച്ച് ആലോചിക്കാതെ ഇപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പ്രാക്ടിക്കൽ വേൾഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ചില ഫെയറി ടെയിൽസ് ഉണ്ടാവും, ഇപ്പോൾ സിൻഡ്രല്ല പോലെയുള്ള ഫെയറി ടെയിൽസ് ഉണ്ടാവും, അത് നമുക്ക് പ്രാക്ടിക്കൽ വേൾഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. രാജകുമാരൻ ഷൂ കൊണ്ട് വരും എന്നൊന്നും പറഞ്ഞ് പ്രാക്ടിക്കൽ വേൾഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ പ്രാക്ടിക്കൽ വേൾഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതും അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ നോക്കുന്നതും ഈസ് എ ഫോൾട്ട്. അത് ഫോൾട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. A reader must be able to draw the distinct line between the book and the real world while judging. അപ്പോൾ ഒരു കാര്യം ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് ബുക്കിൻ്റെയും റിയൽ വേൾഡിൻ്റെയും ഒരു ലൈൻസ് നമ്മളെപ്പോഴും അവിടെ ലിമിറ്റ് വെച്ചിരിക്കണം. ഓക്കെ, നമുക്ക് അറിയണം എന്താണ് റിയൽ വേൾഡ്, എന്താണ് ബുക്കിലുള്ളത്. റീഡർ മസ്റ്റ് ഷുഡ് ഹാവ് നോൺ അബൌട്ട് ദാറ്റ് അല്ലേ? അതിനെക്കുറിച്ച് എന്തായാലും അറിഞ്ഞിരിക്കണം. ഇതാണ് റിയൽ വേൾഡ്, ഇതാണ് ബുക്കിൽ പറയുന്നത്, ഇത് പ്രാക്ടിക്കലി അപ്ലിക്കബിൾ ആണോ, ഇത് പ്രാക്ടിക്കലി അപ്ലിക്കബിൾ അല്ലേ, ഈ കാര്യങ്ങളൊക്കെ ഒരു റീഡർക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത് ജഡ്ജ് ചെയ്യുന്ന സമയത്ത്. Bacon here emphasizes too much in each situation. Therefore, equilibrium must be maintained between studying and other activities, between ornament and argument, and between theory and particle. Bacon repeats his principal argument that reading does learn human nature and experience perfect it. Bacon drew an analogy between
നാച്ചുറൽ പ്ലാൻസ് ആൻഡ് ദ നാച്ചുറൽ അബിലിറ്റി ഓഫ് പേഴ്സൺ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ടൂ മച്ച് ആയിട്ടുള്ളതൊക്കെ തെറ്റാണ് എന്നാണ് പറയുന്നത്. വീണ്ടും വീണ്ടും ടൂ മച്ച് എന്ന് ഉപയോഗിക്കുന്നത്, അതായത് ടൂ മച്ച് ആയിട്ട് കൂടുതലായിട്ടൊരു കാര്യം ചെയ്യുന്നത് ഈസ് നോട്ട് ഗുഡ് എന്നാണ് ഇവിടെയും അദ്ദേഹം പറയുന്നത്. ദെൻ അദ്ദേഹം പറയുന്നത് സ്റ്റഡീൻ്റെയും അതർ ആക്ടിവിറ്റീസിൻ്റെയും ഇടയിൽ എന്താ പറയുക, ഒരു മെയിൻറ്റെയിനിങ് വേണം, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം എന്നാണ് പറയുന്നത്. തിയറി എന്താണ്, പ്രാക്ടിക്കൽ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം എന്നാണ് പറയുന്നത്. ഓൾസോ അദ്ദേഹം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റഡിയിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ നമുക്കത് പെർഫെക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് നമ്മൾ പഠിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കും, പക്ഷെ നമ്മൾ ലൈഫിലേക്ക് അത് അപ്ലൈ ചെയ്ത് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഓരോ കാര്യങ്ങളും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നും കൂടെ ആര് പറയുന്നുണ്ട്, ബേക്കൺ പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ വ്യൂ ഓഫ് സ്റ്റഡീസ് ആണ് പറയുന്നത്. സ്റ്റഡീസ് ബെനിഫിറ്റ് എ റീഡർ ഇൻ ഡൈവേഴ്സ് വേ. പലതരത്തിലാണ് സ്റ്റഡീസ് ഓരോ ആളുകൾക്കും എന്ത് ചെയ്യാം, ഓരോ ബെനിഫിറ്റ് കൊടുക്കുക. ഹൗവർ നോട്ട് ഓൾ മെൻ അഡ്മിയർ സ്റ്റഡീസ്. എല്ലാ ഇവിടെ മെൻ എന്ന് പറയുന്നത് ആണുങ്ങളെ അല്ല. ഓക്കെ, മെൻ എന്ന് പറയുന്നത് ഓൾ ഹ്യൂമൻസിനെയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നില്ല, സ്റ്റഡീസിനെ അഡ്മിയർ ചെയ്യുന്നില്ല. ഫോർ ഇൻസ്റ്റൻസ്, ഷോഡ് പീപ്പിൾ കണ്ടം സ്റ്റഡീസ് ആസ് ദേ പ്രിസീവ് സ്റ്റഡീസ് ഡോണ്ട് ഹെൽപ്പ് പീപ്പിൾ. ചില ആളുകൾ എന്താണ്, സ്റ്റഡീസ് ആളുകളെ സഹായിക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് സ്റ്റഡീസിനെ കൊണ്ട് ഒരു ഉപകാരമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. The shrewd men in most cases cope with the different situation of life with no studies. അവരെന്താണ്, അവരുടെ ലൈഫിലെ ഓരോ സിറ്റുവേഷനെ അവർ കോപ്പപ്പ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും, സ്റ്റഡീസ് ഒന്നും ഇല്ലാണ്ട് അവരുടെ ലൈഫ് കൊണ്ട് തന്നെ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായിരിക്കും അവരതുമായിട്ട് കോപ്പപ്പ് ചെയ്യുന്നത്. Then therefore for them studies are no use. On the contrary, simple men admire studies. The simple men who are not voracious readers but aware of the benefit of reading are awestruck to see a man filled with knowledge. അപ്പോൾ ചില ആളുകൾ എന്താണ്, സ്റ്റഡീനെ കൊണ്ട് ഒരു യൂസും ഇല്ല, അതുകൊണ്ടൊരു ഉപകാരമില്ല. അവരെന്താണ്, അവരുടെ ലൈഫിൽ ഓരോ സിറ്റുവേഷനും കോപ്പപ്പ് ചെയ്തിട്ടുണ്ടാവുക ഡിഫറെൻറ്റ് കാര്യങ്ങൾ വെച്ചിട്ട്. അല്ല സ്റ്റഡീസ് കൊണ്ടൊന്നും, സ്റ്റഡീസ് ആർ യൂസ്ലെസ് എന്ന് തിങ്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. ആൻഡ് വേറെ ആളുകളുണ്ടാവും സിമ്പിൾ മെൻസ്, അതായത് കൂടുതലായിട്ട് വായിക്കാത്ത, കൂടുതലായിട്ട് ഒന്നും അറിയാത്ത ആളുകൾ എന്ത് ചെയ്യും, ദേ വർ അഡ്മിയറിങ് ദ സ്റ്റഡീസ്. അതായത് നോളജ് ഉള്ള പേഴ്സൺസിനെ അവരെന്ത് ചെയ്യും, അവർ അഡ്മിയർ ചെയ്യാൻ തുടങ്ങും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമാണ് വായന എന്നൊക്കെ പറയുന്നത് അവരുടെ ഉള്ളിലുണ്ടാവും, സിമ്പിൾ മെൻസിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരിങ്ങനെ ഫില്ലഡ് വിത്ത് നോളജ്, അതായത് നന്നായിട്ട് വായിക്കുന്ന ആളുകളെയൊക്കെ അവരിങ്ങനെ അഡ്മിയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പാർട്ട് ഫ്രം ദം, wise men take the best out of their studies as wise men know how to use the knowledge from book in real life. പിന്നെ അടുത്ത സിമ്പിൾ മെൻസിനെ പറഞ്ഞു, ഷൂ മെൻസിനെ പറഞ്ഞു, നെക്സ്റ്റ് എന്താ പറയുന്നത്, വൈസ് മെൻ എന്ത് ചെയ്യും, അവരുടെ സ്റ്റഡീസിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കും. they will took what they want. അവർക്ക് എന്താണോ വേണ്ടത് അതെടുക്കും. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ അങ്ങ് മാറ്റും. റിയൽ ലൈഫിൽ എന്തൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ഇതാണ് റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക, ഇത് റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ അതിനനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യും, ഓരോ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങും. ആര്, വൈസ് മെൻ ആണ് പറയുന്നത്. Book don't tell readers about the pragmatic aspect of knowledge. The abilities to implement knowledge is wisdom that is gained through observation. Bacon emphasized that having bookish knowledge is not enough. Theoretical knowledge is completed only when it's used in a real life. അപ്പോൾ എന്താ പറയുന്നത്, നമുക്ക് നോളജ് തരും ബുക്കിലുണ്ട്, പക്ഷേ എവിടെ എന്തൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളതൊന്നും ബുക്ക് പറഞ്ഞില്ല. സോ ഒരു ബുക്കിലുള്ള നോളജ് മാത്രം പോലെ തിയററ്റിക്കൽ നോളജും കൂടെ വേണം. റിയൽ ലൈഫിൽ എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ള വിസ്റ്റം കൂടെ നമുക്ക് വേണം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്, ഇത് നിങ്ങൾ പഠിച്ച് നിങ്ങൾ എക്സാം എഴുതി, അത് മാത്രമല്ല റിയൽ ലൈഫിൽ എവിടെയാണ് നിങ്ങളിത് അപ്ലൈ ചെയ്യേണ്ടത്. ഈ പഠിക്കുന്നത് നിങ്ങൾ നാളെ നിങ്ങളെ കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്യണം. സോ ഒരു വൈസ് മാന് മാത്രമേ റിയൽ ലൈഫിൽ എവിടെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഒരു ബുക്കിലുള്ള നോളജ് മാത്രം പോരാ, തിയററ്റിക്കലായിട്ടുള്ള നോളജും കൂടെ ഒരാൾക്ക് വേണം. ഓക്കെ, സോ ചില ആളുകളുണ്ട് അവരെന്താണ്, സ്റ്റഡീസ് യൂസ്ലെസ് ആണ്, സ്റ്റഡീനെ കൊണ്ട് ഒരു ഉപകാരമില്ല, അതുകൊണ്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. അവരെന്താണ്, അവരവരുടെ ലൈഫിലെ ഓരോ സിറ്റുവേഷനെയും കോപ്പപ്പ് ചെയ്തത് അനദർ തിങ്സ് ചെയ്തുകൊണ്ടാണ്. ദെൻ സിമ്പിൾ മെൻസ് ഉണ്ട്, അവരെന്താണ്, ദേ ആർ അഡ്മിയറിങ്. ഓക്കെ, അവർ ഈ നോളജുള്ള പേഴ്സൺസ്
പേഴ്സൺസിനെ അഡ്മിയർ ചെയ്യാം ബിക്കോസ് ദേ ആർ നോട്ട് ഗ്രേറ്റ് റീഡേഴ്സ്. അവർ നന്നായിട്ട് വായിക്കുന്ന ആളുകളൊന്നുമല്ല. സോ അവരെന്താണ്, അവർ വായിക്കുന്ന ആളുകളെ അഡ്മിയർ ചെയ്യാൻ തുടങ്ങും. ആൻഡ് അനദർ പേഴ്സൺസ് ആണ് വയസ്സായിട്ടുള്ള ആളുകൾ. അവർക്കറിയാം എവിടെ എന്തൊക്കെ അപ്ലൈ ചെയ്യുക, റിയൽ ലൈഫിൽ ബുക്കിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം. കാരണം ബുക്ക് നമുക്ക് ഒരിക്കലും പറഞ്ഞു തരുന്നില്ല, നാളെ നീ ഇത് പറഞ്ഞു കൊടുക്കണം കേട്ടോ, നാളെ നീ ഇതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്നില്ല. സോ അവർക്ക് അറിയാൻ പറ്റും എവിടെ എന്തൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് ഇഷ്ടമുള്ള വയസ്സായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. സോ ബുക്കിഷ് നോളജ് മാത്രം പോരാ, തിയറിറ്റിക്കൽ നോളജും കൂടെ വേണമെന്ന റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് തിയറിറ്റിക്കൽ നോളജ് കംപ്ലീറ്റ് ആവുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ നെക്സ്റ്റ് അദ്ദേഹം പറയുന്നത് റിയൽ മെത്തേഡ്സ് ഓഫ് സ്റ്റഡീസ് ആണ്. സ്റ്റഡീസിൻ്റെ റിയൽ മെത്തേഡ്സ് ആണ്. To get most out of the books, Francis Bacon suggests that the method one should follow while reading. അതൊരു ബുക്കിലെ കുറേ കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ, അതൊരു ബുക്ക് വായിക്കുമ്പോൾ അതിലെ കംപ്ലീറ്റ് കോണ്ടന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ മെത്തേഡ് അദ്ദേഹം പറയുന്നുണ്ട്. ബേക്കൺ സജസ്റ്റ് one should not read to prove others wrong, because with this motive the reader look for the point which can be used as the argument. സോ ഇവിടെ ബേക്കൺ പറയുന്നത് ഒരിക്കലും ഒരാൾ റോങ് ആയിട്ട് പ്രൂവ് ചെയ്യണം എന്ന ചിന്തയോട് കൂടിയിട്ട് ഒരു ബുക്ക് വായിക്കരുത്. അതായത് ഇപ്പം ഞാൻ ഒരാളിനോടൊരു കാര്യം പറഞ്ഞു, അപ്പോൾ എനിക്കത് തെറ്റായിട്ട് തോന്നി, അപ്പോൾ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് പോയിന്റ്സ് വേണം. സോ അതിന് വേണ്ടി മാത്രം ഞാൻ ബുക്ക് എന്ത് ചെയ്ത് വായിക്കരുത്. അതാണ് ഇവിടെ പറയുന്നത്. വൺ ഷുഡ് നോട്ട് റീഡ് ദ ബുക്ക് ടു പ്രൂവ് അതേഴ്സ് റോങ്. മറ്റുള്ളവർ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരിക്കലും ഒരാൾ ബുക്ക് വായിക്കരുത്. കാരണം എന്താണ്, വിത്ത് ദിസ് മോട്ടീവ്, ഈ ഒരു മോട്ടീവ് അല്ലെങ്കിൽ ഈ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ട് നമ്മൾ ബുക്ക് വായിച്ചാൽ നമ്മൾ എന്ത് പോയിന്റ്സ് മാത്രമേ നോക്കുള്ളൂ, വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് ആർഗ്യുമെൻറ്റ്. നമുക്ക് ആർഗ്യുമെൻറ്റ് ചെയ്യാനുള്ള പോയിന്റ്സ് മാത്രമേ നമ്മൾ തിരയുള്ളൂ, ബാക്കിയുള്ള പോയിന്റ്സ് ഒന്നും നമ്മൾ കാണില്ല. ഓക്കെ, എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കൂ. ഓക്കെ, അവൻ പറഞ്ഞതിന് എതിരായിട്ട് എനിക്കിത് പറയാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുക്കൂ. ഓക്കെ, എനിക്ക് ആർഗ്യുമെൻറ്റിന് ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് മാത്രമേ എടുക്കുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അവിടെ വിട്ടിട്ട് ലെഫ്റ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ആ ഒരു മോട്ടീവ് വെച്ചിട്ട് ആരും എന്ത് ചെയ്ത് ഒരു ബുക്ക് വായിക്കരുത് എന്നാണ് പറയുന്നത്. ദ റീഡർ മൈറ്റ് ബി റൈറ്റ് ബട്ട് ഇൻ ദ പ്രോസസ് but the reader knows what the book has to offer. ചിലപ്പോൾ റീഡർ ചെയ്യുന്നത് ശരിയായിരിക്കും, കാരണം അദ്ദേഹത്തിന് ആ ഒരു ആർഗ്യുമെൻറ്റ് വിജയിക്കണം. സോ അയാൾ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യണം. അയാൾ ചെയ്യുന്നത് റൈറ്റാണ്, പക്ഷേ ഈ ഒരു പ്രോസസ്സിൽ എന്ത് ചെയ്യും, ആ ഒരു ബുക്കിൽ നിന്ന് മേ ബി അതിനേക്കാളേറെ കോണ്ടന്റ് നമുക്ക് കിട്ടാനുണ്ടാവും. അതെന്ത് ചെയ്യും, അത് അവിടെ ലോസ് ആവും, നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. റീഡർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം അദ്ദേഹത്തിന് അവിടെ ആർഗ്യുമെൻറ്റ് വിജയിക്കണം എന്നാണ്. ബട്ട് ആ ഒരു പ്രോസസ്സിൽ ആ ബുക്കിന് ഓഫർ ചെയ്യാൻ എന്താണുള്ളത് അത് നഷ്ടപ്പെടും. മേ ബി അതിനേക്കാളേറെ നല്ല നല്ല കോണ്ടന്റ് ആ ബുക്കിൽ ഉണ്ടാവാം, പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നോക്കുന്ന സമയത്ത് അതൊക്കെ മിസ്സായി പോകാം എന്നാണ് പറയുന്നത്. During reading, the reader must not also believe what the book says or take everything that the book says for granted. ഒരാൾ വായിക്കുമ്പോൾ ആ ബുക്കിൽ എന്താണ് പറയുന്നത് അത് അതേപോലെ വിശ്വസിക്കരുത്. ആ ബുക്ക് എന്താണ് പറയുന്നത് അല്ലെങ്കിൽ ആ ബുക്കിൽ എന്താണോ പറയുന്നത് അത് അതേപോലെ ഒരിക്കലും ബിലീവ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. This approach is also problematic because this approach does not allow the reader to open up the mind, and the reader does nothing except imbibe the knowledge theoretically. Okay? സോ ഇവിടെ എന്താ പറയുന്നത്, ഒരു ബുക്കിൽ എന്താണോ പറയുന്നത് അത് അതേപോലെ എടുക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ നമ്മളുടെ മൈൻഡിനെ ഓപ്പൺ ചെയ്തില്ല. ബുക്കിൽ എന്താണോ പറയുന്നത് അതേപോലെ തിയററ്റിക്കലി നമ്മൾ എടുക്കുകയാണ്, അല്ലാതെ നമ്മൾ ചിന്തിക്കാനോ നമ്മളുടെ ഇമാജിനേഷൻ യൂസ് ചെയ്യാനോ ഒന്നും നോക്കുന്നില്ല. എന്താ ബുക്കിൽ പറയുന്നത് ഓക്കെ അത് അതേപോലെ പഠിച്ചു വെക്കുക. സോ ഇറ്റ്സ് എ പ്രോബ്ലമാറ്റിക്. ഓക്കെ, പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം ഒരിക്കലും ഒരാൾ അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, എ ബുക്ക് ഓൾസോ ഷുഡ് നോട്ട് ബി റീഡ് ടു യൂസ് ഇൻ എ ടോക്ക് ഓർ ഡിസ്കോഴ്സ്. അതായത് ഒരാളുടെ സംസാരിക്കാൻ വേണ്ടി മാത്രം നമ്മളൊരു ബുക്ക് വായിക്കുക, അങ്ങനെ ആവരുത്. ദിസ് അപ്രോച്ച് ഈസ് ടു റോങ് ബിക്കോസ് ദ റീഡർ വുഡ് ബി കൺസേൺ മോർ അബൌട്ട് ദ പോയിന്റ് വിച്ച് ദ റീഡർ ക്യാൻ യൂസ് ഇൻ ഡിസ്കോഴ്സ് ആൻഡ് ദ റീഡിങ് ബിക്കം സൂപ്പർഫിഷ്യൽ. അപ്പോൾ എന്താ, നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ സംസാരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടോ മാത്രം നമ്മൾ ബുക്ക് വായിക്കരുത്. അപ്പോൾ എന്താണ്, നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം എടുക്കും, നമ്മൾ ബാക്കിയുള്ളതൊക്കെ അങ്ങ് വിട്ടുപോകും എന്നാണ് പറയുന്നത്. Contrary to this way, one should read book to consider what the writer's primary message or argument before making any decision, consciously or unconsciously. For instance, Bacon essays should not read to confuse someone or blindly believe it to know to read only for the use in discourse. The best approach would be consider what Bacon says on different subjects in essays. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്,
നമ്മൾ അപ്രോച്ച് ചെയ്യണം, എന്താണ് ആ ഒരു ആൾക്ക് പറയാനുള്ളത് എന്ന രീതിയിൽ. എന്നിട്ട് നമ്മളുടെ കൂടെ വ്യൂസ് അതിലേക്ക് കൂട്ടിച്ചേർത്തിട്ടൊക്കെയാണ് നമ്മളൊരു ബുക്കിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ നമ്മുടെ ആർഗ്യുമെൻറ്റ് വിജയിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു കോണ്ടെക്സ്റ്റിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ഒരു ബുക്കിനെ വായിക്കരുത്. കാരണം എന്താണ്, ആ സമയത്ത് നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രമേ എടുക്കുകയുള്ളൂ. അതിലെ മെയിൻ കോണ്ടന്റ് നമ്മൾ വിട്ട് കളയുമെന്നാണ് പറയുന്നത്. The next benefit of studies ആണ് പറയുന്നത്. Bacon also discussed the effect of reading, discussion and writing. He states reading make a full man, conference leads to a ready man, while writing make an exact man. റീഡിംഗ് പ്രൊവൈഡ് എ റീഡർ വിത്ത് നോളജ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ മാൻ ആക്കും, എക്സാക്ട് മാൻ ആക്കും. റീഡിംഗ് എന്ത് ചെയ്യും, ഒരു റീഡർക്ക് ഫുൾ നോളജ് പ്രൊവൈഡ് ചെയ്യും. വെൻ വൺ റീഡ് ബുക്ക് വൺ ആഫ്റ്റർ ദ അതർ, വൺ നോളജ് ഈസ് ബോൺ ടു ഇൻക്രീസ് ബൈ ദ മീൻസ് ഓഫ് സ്റ്റഡീസ്. ഒരാൾ ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് അയാളെ നോളജ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. കുറയാനൊന്നും പോകുന്നില്ല. ഓരോ ബുക്ക് വായിക്കുമ്പോഴും അയാൾക്ക് എന്ത് ചെയ്യും, പുതിയ പുതിയ നോളജ് കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. Then next, അതിൽ തന്നെ പറയുന്നതാണ്, in this way it fills the reader with knowledge, like reading. Continuous engagement in the discussion make a well-read person good at the discussion. അപ്പോൾ എന്താണ്, നമ്മൾ നന്നായിട്ട് വായിക്കുമ്പോൾ അയാൾക്ക് നന്നായിട്ട് നോളജ് ഉണ്ടാവും. അപ്പോൾ ഒരു ബുക്കിന് പുറമെ ഒരു ബുക്ക് അങ്ങനെ നന്നായിട്ട് വായിക്കുമ്പോൾ നമുക്ക് നല്ല നോളജ് ഉണ്ടാവും. അപ്പോൾ നോളജ് നമ്മൾ ഡിസ്കഷനിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്കഷനിൽ നന്നായിട്ട് പെർഫോമൻസ് ചെയ്യാൻ പറ്റും. ഇൻ ഡിസ്കഷൻ വൺസ് പ്രാക്ടീസ് ഓഫ് യൂസിങ് ദ നോളജ് ഇൻസ്റ്റൻ്റലി ആൻഡ് കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ് മേക്ക് വൺ റെഡി ഫോർ എനി ടോപ്പിക് ഓർ ടോക്ക്. അതായത് റീഡിങ് മേക്ക് എ ഫുൾ മാൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾ നന്നായിട്ട് വായിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ മൊത്തം എന്തായിരിക്കും, നോളജ് ആയിരിക്കും. അയാൾ ഫുള്ളായിരിക്കും, നോളജ് കൊണ്ട് അയാൾ ഫുള്ളായിരിക്കും. എന്നിട്ട് അയാൾ കോൺഫറൻസ് എന്ന് പറയുന്നത് എന്താ, ഒരു ഡിസ്കഷൻ അല്ലേ, അത് ഡിബേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കഷൻ ആയിരിക്കാം. ആ ഡിസ്കഷനിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളെ റെഡി ആക്കി മാറ്റും. ഓക്കെ, റീഡിങ് മേക്ക് എ ഫുൾ മാൻ ആൻഡ് കോൺഫറൻസ് മേക്ക് എ റെഡി മാൻ. ഓക്കെ, അയാളെ റെഡി ആക്കി മാറ്റും. എന്ത് ഡിസ്കഷനും ഞാൻ റെഡി ആണ് എന്നുള്ള തിങ്ക്, അയാൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് റൈറ്റിംഗ് മേക്ക് എ എക്സാക്ട് മാൻ എന്ന് പറയുന്നുണ്ട്. സോ ഈസ് റെഡി ടു ടോക്ക് അബൌട്ട് എനി ടോപ്പിക്. ഓക്കെ, ഫർദർ മോർ ഇഫ് ദ റീഡർ നോട്ട് ഡൗൺ ഹിസ് തോട്ട് ഓർ ഒപ്പീനിയൻ ഓൺ എ ബുക്ക്, then he can revisit the note and bring the exact idea or thought later in the further without pressuring the memory. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ പറയുന്ന പോലെ അയാൾ ഡിബേറ്റിലോ ഡിസ്കഷനിലോ ഇത് ചെയ്യുകയാണെങ്കിൽ അത് അയാളെ റെഡി മാൻ ആക്കി മാറ്റും. അയാൾക്ക് എന്തും എപ്പോഴും പറയാൻ പറ്റും. അതേപോലെ തന്നെ അയാൾ അതൊക്കെ റൈറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അയാളൊരു എക്സാക്റ്റ് മാൻ ആക്കി മാറ്റും. എന്നാൽ എന്താണ്, അയാൾ അതൊക്കെ എഴുതുന്നതൊക്കെ പോയിന്റ് ഔട്ട് ചെയ്ത്, പറയുന്ന കാര്യങ്ങളൊക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അയാൾക്ക് ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും അയാൾ മെമ്മറിയെ പ്രഷർ ചെയ്യാതെ അയാൾക്ക് ഇത് നോക്കിയിട്ട് എഴുതിയത് നോക്കിയിട്ട് അയാൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഫുൾ മാൻ, റെഡി മാൻ, എക്സാക്ട് മാൻ എന്ന് പറയുന്നത്. Then Francis Bacon restated the benefit of reading diverse field of knowledge. Francis Bacon mentioned histories make men wise, poets witty, the mathematics subtle, natural philosophy deep, moral grave, logic and theoretic able to conduct. അപ്പോൾ എന്താ പറയുന്നത്, നെക്സ്റ്റ് ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത് ഓരോ ഫീൽഡ് ഓഫ് സ്റ്റഡീസ് നമ്മൾ എങ്ങനെയൊക്കെ മാറ്റി നിർത്തുമെന്നാണ്. അതായത് ഒരാൾ ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ അയാളത് വൈസ് മാനാക്കി മാറ്റും, പോയിട്രി പഠിക്കുകയാണെങ്കിൽ വിറ്റി മാനാക്കി മാറ്റും, മാത്തമാറ്റിക്സ് പഠിക്കുകയാണെങ്കിൽ ഒരു സബ്റ്റിൽ പേഴ്സൺ ആക്കി മാറ്റും, നാച്ചുറൽ ഫിലോസഫി പഠിക്കുകയാണെങ്കിൽ ഡീപ്പ് പേഴ്സൺ ആക്കി മാറ്റും. അങ്ങനെ ഓരോ ഫീൽഡ് പഠിക്കുമ്പോഴും അത് എങ്ങനെയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തും ഏതൊക്കെ രീതിയിൽ നമ്മളെ തീർക്കുമെന്നാണ്, ഏതൊക്കെ രീതിയിൽ നമ്മളെ മാറ്റി തീർക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. Next, Francis Bacon states that the right study can challenge intellect like a particular physical exercise is right for the distinct disease of the body. For instance, for a distracted mind, mathematics would be fit to improve concentration. അതായത് നമ്മളിപ്പോൾ ഡിസ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ കുറച്ച് മാത്സ് ഒക്കെ കൊടുത്താൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ കോൺസെൻട്രേഷന് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ സാധിക്കും. നമുക്കൊരു മാത്സ് ഒരു കണക്ക് തന്നാൽ നമ്മളതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ സമയത്ത് നമുക്ക് നമ്മളുടെ ആ ഒരു കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ മാത്തമാറ്റിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇൻ മാത്തമാറ്റിക്സ് വി നീഡ് ടു ഫോക്കസ് ആൻഡ് ഇഫ് ദ മൈൻഡ് വാണ്ടേഴ്സ് ഡ്യൂറിങ് ദ ഡൂയിങ് മാത്തമാറ്റിക്സ് then it will spoil everything. സോ നമ്മൾ മാത്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, വി ഷുഡ് ഹാവ് ദ ഫോക്കസ് അല്ലേ, നമുക്ക് അതിൽ ഫോക്കസ് വേണ്ടി വരും. ഓക്കെ, വി ഷുഡ് ഫോക്കസ് ഓൺ ദാറ്റ്. ആ ഒരു പ്രോബ്ലംസിൽ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരും. സോ അതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ നമ്മുടെ മൈൻഡ് വേറെ എവിടെയെങ്കിലും വാണ്ടർ ചെയ്ത് നടക്കുകയാണെങ്കിൽ അത് സ്പോയിൽ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വേറെ എവിടേക്കും ചിന്ത പോവാതെ, വേറൊരു ഡിസ്ട്രാക്ഷനിലേക്കും ചിന്ത പോവാതെ നമ്മൾ ആ മാത്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനർത്ഥം എന്താണ്, ഫോക്കസ് ചെയ്യിക്കാൻ സഹായിക്കുന്നത് ഈ മാത്സ് സഹായിക്കുമെന്ന് പറഞ്ഞാൽ സ്റ്റഡി സഹായിക്കുമെന്നാണ് പറയുന്നത്.
then it would spoil everything. So doing mathematics is a practice to a particular task. അപ്പോൾ നമ്മൾ മാത്സ് ചെയ്യുന്നത് എന്താണ്, ഒരു പെർട്ടിക്കുലർ ടാസ്കിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ മാത്സ് സഹായിക്കുമെന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സ്റ്റഡി കൊണ്ട് ഉള്ള ബെനിഫിറ്റാണ് പറയുന്നത്. നമുക്കൊരു കാര്യത്തിൽ സ്റ്റിക്ക് ചെയ്ത് നിർത്താൻ ഈ സ്റ്റഡീസ് നമ്മളെ സഹായിക്കും. വേറെ എവിടേക്കും നമ്മളുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റ് ആയി പോവില്ല. If the mind finds it difficult the difference between matters, then studying the philosophies and theologians of the Middle Ages would be beneficial as they are noted for their logical distinction. അതേപോലെ തന്നെ ഫിലോസഫിക്കലായിട്ടും തിയോളജിസിനൊക്കെ കുറിച്ച് പഠിക്കുന്നതൊക്കെ അവരുടെ ലൈഫിലേക്ക് കുറേ കാര്യങ്ങൾ കൊണ്ടുവരാൻ ബെനിഫിറ്റ് ആയിരിക്കും. Moreover, if one wishes to improve reasoning and argumentative skill, then studies lawyers cases would be right thing to do. ഒരാളുടെ റീസണിങ് സ്കില്ലും ആർഗ്യുമെൻറ്റേറ്റീവ് സ്കില്ലൊക്കെ വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ലോയേഴ്സിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നത്, ലോയേഴ്സിൻ്റെ ബുക്ക് പഠിക്കുന്നതും കേസസ് പഠിക്കുന്നതൊക്കെ അവർക്ക് എന്ത് ചെയ്യും, അവരെ ആ ഒരു രീതിയിൽ റീസണിങ്ങിലും അതുപോലെ ആർഗ്യുമെൻറ്റേറ്റീവ് സ്കില്ലിലും ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. സോ ഫോർ സച്ച് ഫ്ലോസ് ഓഫ് മൈൻഡ് റീഡിങ് ഹാസ് ദ സൊല്യൂഷൻ. സോ ഈ കാര്യങ്ങൾക്ക് നമ്മുടെ മൈൻഡിലുള്ള ഒരുപാട് ഫ്ലോസിന് ഈ കാര്യങ്ങൾ സൊല്യൂഷനായിട്ടുണ്ട്, സ്റ്റഡി സൊല്യൂഷനായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മളുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റ് ആണെങ്കിൽ ഒരു നല്ലൊരു കണക്ക് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഓരോ കാര്യങ്ങളും നമുക്ക് ഡിസ്ട്രാക്റ്റ് ആവാതെ അതിലേക്ക് ഡീപ്പ് ഫോക്കസ് കൊടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. ഇനി തിയോളജിസിനെ കുറിച്ചിട്ടും ഫിലോസഫിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ആർഗ്യുമെൻറ്റേറ്റീവ് സ്കിൽസും അതുപോലെ റീസണിങ് സ്കില്ലും നമുക്ക് വർദ്ധിപ്പിക്കണം, ഇൻക്രീസ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ലോയേഴ്സിൻ്റെ കേസൊക്കെ പഠിച്ചാൽ മതി. അപ്പോൾ എന്താണ്, നമ്മളുടെ മൈൻഡിലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷനായിട്ട് ഈ സ്റ്റഡി ഇവിടെ ഉണ്ട് എന്നാണ് അദ്ദേഹം എൻഡ് സ്റ്റേറ്റ് ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് റീഡിങ്. റീഡിങ്ങിൻ്റെ ബെനിഫിറ്റ് എന്നാണ് മെയിനായിട്ട് അദ്ദേഹം പറയുന്നത്. സോ ഇവിടെ എന്താണ്, ബെനിഫിറ്റ് ഓഫ് റീഡിംഗ് ആണ് പറയുന്നത് മെയിനായിട്ട്. ഒരാളുടെ ലൈഫിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫിൽ സ്റ്റഡിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നാണ് മെയിനായിട്ട് പറയുന്നത്. സോ ഇവിടെ നമ്മൾ യൂസസ് എന്തായാലും ഓർത്ത് വെക്കുക. ഡിലൈറ്റ്, ഓർണമെൻറ്റ്, അബിലിറ്റി, ദെൻ എങ്ങനെയാണ് ഫുൾ മാൻ ആക്കുക, റെഡി മാൻ ആക്കുക, എക്സാക്റ്റ് മാൻ ആക്കുക. പിന്നെ അതിൻ്റെ ബെനിഫിറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡീമെറിറ്റ്സും പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വായിക്കുന്നത് ലേസി ആക്കും. അതുപോലെ ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുന്നത് ഈസ് നോട്ട് ഗുഡ്. ഓക്കെ, എക്സസീവ് റീഡിങ് ഈസ് നോട്ട് ഗുഡ്. നമ്മളുടെ ബോഡിക്കും അതൊരു ബാഡ് ആയിട്ടായിരിക്കും എഫക്റ്റ് ചെയ്യുക എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. തീം എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡിയാണ് മെയിനായിട്ട് ഇതിലെ തീം എന്ന് പറയുന്നത്. ദെൻ ഇപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഡിസ്കസ് അബൌട്ട് ദ ഓതർ ബേക്കറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ബേക്കറിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പാരഗ്രാഫിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ കുറിച്ചിട്ടും അദ്ദേഹം എവിടെയാണ് പഠിച്ചത് അതുപോലെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള റൂമേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് അതിൽ തന്നെ പറഞ്ഞ ഡിസ്കസ് ദ തീം ഓഫ് ദ എസ്സേ ഓഫ് സ്റ്റഡീസ്. തീം എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡീസ് ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം, ഈ കാര്യങ്ങളൊക്കെ എഴുതാം. ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ അതിൽ എഴുതാൻ പറ്റുന്നതാണ്. ദെൻ നെക്സ്റ്റ് റൈറ്റ് എ ബ്രീഫ് സമ്മറി ഓൺ ദ എസ്സേ ഓഫ് സ്റ്റഡീസ് ആൻഡ് ഓൾസോ എക്സ്പ്ലെയിൻ വ്യൂസ് ആൻഡ് റിയൽ മെത്തേഡ് ഓഫ് സ്റ്റഡീസ് ഇൻ ബ്രീഫ്സ്. അതെന്താണ്, എങ്ങനെയാണ് നമ്മൾ ഒരു ബുക്കിനെ അപ്രോച്ച് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ബുക്കിന് ഒരിക്കലും ഒരു ആർഗ്യുമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യരുത്. നമ്മൾ അതിനപ്പുറത്തേക്ക് നമുക്ക് അവരുടെ വ്യൂസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇമാജിനേഷനൊക്കെ വെച്ചിട്ട് വേണം നമ്മളൊരു ബുക്കിനെ അപ്രോച്ച് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രാൻസിസ് ബേക്കൺ വാസ് ബോൺ ഇൻ, എവിടെയാണ് ജനിച്ചത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത്, ലണ്ടനിലാണ്. ഫ്രാൻസിസ് ബേക്കൺ പാരൻസ് ആരുടെ കോർട്ടിലായിരുന്നു, ക്വീൻ എലിസബത്തിൻ്റെ കോർട്ടിലെ മെമ്പേഴ്സ് ആയിരുന്നു. ദെൻ നെക്സ്റ്റ് ഓതർ ഓഫ് ദ എസ്സേ ആരാ ചോദിച്ചിട്ടുണ്ട്, ഫ്രാൻസിസ് ബേക്കൺ ആണ്. ദെൻ അതാണ് ഈ ഒരു കാര്യത്തിൽ. അതായത് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ വരുന്നത് ഇത്രയാണ്. സോ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കൂടുതലായിട്ട് ഓർത്ത് വെക്കുക, യൂസസ് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു യൂസസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. പിന്നെ ഫ്രാൻസിസ് ബേക്കറിനെ കുറിച്ച് പഠിച്ചു വെക്കുക. ദെൻ ബെനിഫിറ്റ് പഠിക്കുക, ഡീമെറിറ്റ്സ് പഠിക്കുക. ദിസ് ഈസ് ഓൾ അബൌട്ട് ദ എസ്സേ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ എവരിവൺ. വി വിൽ മീറ്റ് അഗെയിൻ വിത്ത് അനദർ ചാപ്റ്റർ. താങ്ക് യു.